ഒരുപാട് ശ്രമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ഒരു മനുഷ്യന് നിങ്ങളിൽ നിന്നിറങ്ങിപ്പോയേക്കാം. എത്രത്തോളം ക്ഷമിച്ചു എന്നതിന് അത്രത്തോളം നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന് അവിടെ നിന്ന് ഒരിറങ്ങിപ്പോക്ക് അനിവാര്യമാണ്. ഒറ്റയ്ക്കാകുമ്പോൾ അടഞ്ഞ മുറിയിലെ ചുവരുകളെ നോക്കി കരയരുത്. നാടുമുഴുവൻ സർക്കിട്ട് പോണം. വഴിയിൽ കാണുന്നതിനെയൊക്കെ കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. പരിചയമില്ലാത്തവരെ നോക്കി ചിരിക്കണം. തിരികെ കിട്ടുന്ന ചിരികൾ ഓരോന്നും പോക്കറ്റിലിട്ടു വെക്കണം. യാത്രയിൽ കിട്ടുന്ന സൗഹൃദങ്ങളോട് പറയണം, നമ്പറോ ചിത്രങ്ങളോ തിരുശേഷിപ്പുകളോ സൂക്ഷിക്കരുത്. ചിലപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. വീണ്ടും കാണുമ്പോൾ ഓർക്കുന്നുവെങ്കിൽ പിന്നെയും പലവട്ടം കാണും. ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവരെയും മനസ്സിന്ന് ഇറക്കിവിടണം. ആർക്കും അവിടെ തീരെഴുതി കൊടുക്കരുത്. ആരുടെയും ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറരുത്. അപ്പോൾ ഒരിക്കലും ആരും ഒറ്റയ്ക്കാകില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും. സ്നേഹം, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒരല്പം സ്നേഹം പോലും കുറയാതെ നമ്മളോട് കൂടുതൽ അടുക്കുന്നവർ കുറവാണ്. അങ്ങനെ ഒരാളെ കൂടെ കിട്ടുക അതൊരു ഭാഗ്യമാണ്. വിട്ടുകൊടുക്കലും പിടിച്ചെടുക്കലും അല്ല സ്നേഹം എന്നത് ആരുമറിയാതെ സ്വയം ഉരുകിത്തീരും. പരാതിയും പരിഭവങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴും ദേഷ്യം വന്ന് എല്ലാം പറഞ്ഞിട്ടും കുറെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളി വരുമ്പോൾ ആരും അറിയാതെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് മഴയുടെ കുളിരായിരിക്കും. നീണ്ടൊരു കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ നിങ്ങളെ കേൾക്കും. മറ്റാരും ഇതുവരെ നിങ്ങളെ കേൾക്കാത്ത പോലെ നിങ്ങളോട് അയാൾ സംസാരിക്കും. മറ്റാരും ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്ത പോലെ. ആ നേരമെങ്കിലും തിരിച്ചറിയുക, സ്നേഹത്തിനെ നിങ്ങൾ കണ്ടുമുട്ടി. മുമ്പൊരിക്കലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ലാത്തതുപോലെ. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിനു പകരം ലോകത്തിലേക്ക് ഇറങ്ങുക. ലോകത്തിൻ്റെ ഈ വിശാലത കാണുക. മുഹൂർത്തങ്ങളിൽ പങ്കാളികളാവുക. നമ്മുടെ മനസ്സിൻ്റെ താളം മാറും, ചിന്തകളും മാറും. പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും. ഒരു സംശയവുമില്ല. കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ല എന്നത് കുറേയേറെ സത്യമാണ്. ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പല മുഖങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാറ്റം സംഭവിച്ചേക്കാം. അവരുടെ മെസ്സേജ്, ഫോൺ കോളുകളോ കണ്ടുമുട്ടലുകളോ ഒന്നും നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാതെ വരാം. പക്ഷേ അപ്പോഴും ആ വ്യക്തിക്ക് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. മാറ്റം വന്നത് നമുക്ക് അവരോടുള്ള സ്നേഹത്തിലാണ്. സ്നേഹം നഷ്ടമാകുമ്പോൾ സ്പെഷ്യൽ എന്ന് കരുതിയ പലരും സാധാരണക്കാരായി മാറിയേക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇത്രമേൽ സ്നേഹിച്ചതെന്ന് അത്ഭുതപ്പെട്ടേക്കാം. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്ത, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത, ആവശ്യങ്ങൾക്ക് മാത്രം ഓടിവരികയും അത് കഴിയുമ്പോൾ കാണാതാവുകയും ചെയ്യുന്ന മനുഷ്യരെ വിശ്വസിക്കരുത്. കളിപ്പാട്ടത്തിൻ്റെ വില പോലും നൽകാതെ ഒരിക്കൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിനെ മാറ്റി നിർത്താനും കഴിയും. അങ്ങനെ ഒരാളെ മറക്കണം എന്നല്ല, ഓർമ്മകളിൽ പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക. പല വേദനകളും തനിയെ വരുന്നതല്ല, അതിനുള്ള വഴികൾ നമ്മൾ തുറന്നിടുന്നതാണ്.
നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അതിനെ ഒട്ടും അർഹിക്കാത്ത ഒരിടത്താവും നമ്മൾ അതേറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുണ്ടാവുക. അത് തിരിച്ചറിയുമ്പോഴേക്കും സ്നേഹമാകെ വറ്റി വരണ്ട് സ്നേഹത്താൽ മുറിപ്പെട്ട് സ്നേഹിക്കാൻ ഭയപ്പെടുന്നവരായി മാറും നമ്മൾ. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരേ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ഏറെ വേദനിക്കുന്നത് അവർക്കായിരിക്കും. ശരീരം രണ്ടായിരിക്കുന്നു എന്നേയുള്ളൂ, മനസ്സ് ഒന്നായിരിക്കും. വേദനകളിൽ കൂട്ടിയിരിക്കുന്ന ഒരാൾ വേർപെടുത്താനാകാത്ത വിധം നമ്മളിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കും. ഓർമ്മിക്കാൻ നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ നല്ല സുഖമാണ്. നെഞ്ചിനുള്ളിൽ മഞ്ഞു പെയ്യുന്നത് പോലെ അത്ര സുഖം. പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഒറ്റയ്ക്കിരിക്കുന്നതെങ്കിൽ ഓർമ്മകൾക്കെല്ലാം കടലിനേക്കാൾ ഭാരവും മുള്ളിനേക്കാൾ മുനയും ഉണ്ടാകും. ആ നിമിഷങ്ങളിലെ ചില ചീത്ത തോന്നലുകൾ നിങ്ങളെ സ്വയം അവസാനിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഓർമ്മകളെ വലിച്ചൂരി വേഗത്തിൽ പുറത്തേക്കിറങ്ങുക. ജീവിതത്തോട് സ്നേഹം ഇല്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, കോർത്തുപിടിച്ച കൈകളെ, നടന്നു നീങ്ങിയ വഴികളെ, ചേർത്തുപിടിച്ച സ്നേഹത്തെ ഒക്കെ ഓർക്കണം. ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ അധികം പ്രകടനങ്ങൾ ഉണ്ടാകില്ല, ആവശ്യങ്ങൾ ഉണ്ടാകില്ല, കള്ളങ്ങളിൽ പൊതിഞ്ഞ മാധുര്യമേറിയ മൊഴികളുണ്ടാകില്ല. ഉണ്ടാകുന്നത് നിഷ്കളങ്കമായ സ്നേഹവും വിശ്വാസവും അതിലൂടെ കിട്ടുന്ന സമാധാനവുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരാൾ നിങ്ങളോടായിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം, അല്ലെങ്കിൽ അത് അഭിനയമായിരിക്കണം. നമ്മുടെ പരാജയങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ നമ്മോടൊപ്പം നിന്ന മനുഷ്യരെ മറക്കാതിരിക്കുക. അവരൊന്നും നിങ്ങൾക്കുള്ളതിന് വരുന്നവരല്ല, നിങ്ങളെ സ്നേഹിച്ചു വന്നവരാണ്. മധുരമുള്ള വസ്തുക്കൾ ഉറുമ്പിരിക്കുന്നത് ആ വസ്തുവിനെ ഉറുമ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, ആ മധുരം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആ മധുരം കഴിഞ്ഞാൽ അത് അടുത്ത വസ്തു തേടിപ്പോകും. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ ഒരു അർത്ഥവുമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ, എന്ത് ഭംഗിയാണ് അവരുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ നമുക്ക് കാണാം യാഥാർത്ഥ്യം. അവർ കിടന്ന് വെപ്രാളമടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ എല്ലാവർക്കും ഉണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ. നമ്മൾ അത് കാണുന്നില്ല എന്നത് മാത്രമാണ്.